കൊല്ലം ഉമയനെല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ആനവാൽ പിടിച്ചടങ്ങ് ആയിരങ്ങളെ സാക്ഷിയാക്കി നടന്നു. ചൊവ്വാഴ്ച രാവിലെ 11:30-ക്കാണ് ചടങ്ങ് നടന്നത്. ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും ബാല്യകാല വിനോദത്തെ സങ്കല്പിച്ചാണ് ചടങ്ങ് നടക്കുന്നത്. തൃക്കടവൂർ ശിവരാജുവാണ് ഇത്തവണയും ആനവാൽ പിടിച്ചടങ്ങിന് എത്തിയത്. ക്ഷേത്രത്തിനു മുന്നിലെ മൈതാനത്തായിരുന്നു ചടങ്ങ് നടന്നത്. രാവിലത്തെ എഴുന്നള്ളിപ്പും വിളക്കും വിശേഷാൽ നാദസ്വരവും കഴിഞ്ഞാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തൃക്കടവൂർ ശിവരാജു ഉൾപ്പെടെ 4 ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ശ്രീബലി എഴുന്നള്ളത്ത് നടന്നത്. പൂജകൾക്ക് ശേഷം മറ്റ് ഗജവീരന്മാരെ മാറ്റിയ ശേഷം തൃക്കടവൂർ ശിവരാജുവിനെ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തേക്ക് എത്തിച്ചു. പിന്നീട് ആഹാരം നൽകിയ ശേഷം നെറ്റിപ്പട്ടവും മറ്റ് ചമയങ്ങൾക്കും ഒപ്പം എല്ലാ ചങ്ങലകളും അഴിച്ചുമാറ്റി. പൂർണ്ണ സ്വതന്ത്രനായ ശിവരാജു ക്ഷേത്രത്തിന് മുന്നിലേക്കെത്തി. ചുറ്റമ്പലത്തിനുള്ളിൽ നിന്നും ശംഖുനാദം മുഴങ്ങിയതോടെ വിഗ്രഹത്തെ വണങ്ങി ക്ഷേത്ര മൈതാനത്തിലൂടെ പടിഞ്ഞാറക്കാവ് ലക്ഷ്യമാക്കി ശിവരാജു ഓടി. ശിവരാജുവിന്റെ വാലിൽ പിടിക്കാനായി കാപ്പ് കാട്ടി വ്രതമെടുത്ത 6 കരകളെ പ്രതിനിധീകരിക്കുന്ന സുബ്രഹ്മണ്യ ഭക്തർ പിന്നാലെ പാഞ്ഞു. ക്ഷേത്ര മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയിരുന്ന ബാരിക്കേഡിനുള്ളിലൂടെയാണ് ഗജവീരൻ കാവ് ലക്ഷ്യമാക്കി ഓടിയത്. ഇത്തവണ ആനവാൽ പിടിച്ചടങ്ങിന് പുഷ്പവൃഷ്ടിയും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.